കോഴിക്കോട്ടെ പ്രശസ്തമായ അൽ അമീൻ തറവാട്ടിന്റെ ഉമ്മറത്ത് അന്നൊരു വലിയ നിശബ്ദത തളം കെട്ടി നിന്നു. ചാരു കസേരയിൽ കിടന്നുകൊണ്ട് പുറത്തെ പെയ്തൊഴിഞ്ഞ മഴ നോക്കി ഹാജി ഉസ്മാൻ എന്തോ വലിയ ചിന്തയിലായിരുന്നു. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന തന്റെ കാലുകളെ പുതപ്പുകൊണ്ട് മൂടി വീൽ ചെയറിൽ ഇരുന്നാണ് അദ്ദേഹം തന്റെ സാമ്രാജ്യം ഭരിക്കുന്നത്. മോളെ നദ, അദ്ദേഹം പതുക്കെ വിളിച്ചു. അകത്തെ മുറിയിൽ നിന്നും നദ ഓടി വന്നു. വിദേശത്ത് ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അവൾ ഈ തറവാട്ടിലെ വെളിച്ചമായിരുന്നു. എന്താ ഉപ്പ, മരുന്ന് കഴിക്കാൻ സമയമായോ? അവൾ വാത്സല്യത്തോടെ ചോദിച്ചു. അതല്ല മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എനിക്കൊരു വാക്ക് തരണം. ഉപ്പയുടെ ശബ്ദത്തിലെ ഗൗരവം നദിയെ ഭയപ്പെടുത്തി. എന്താ ഉപ്പ ഇത്ര ഗൗരവത്തിൽ? ഉപ്പ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കില്ലേ? അവൾ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. ഉസ്മാൻ ഹാജി ഒരു നിമിഷം കണ്ണടച്ചു. പിന്നെ മുറ്റത്ത് ചെടികൾക്ക് നനച്ചുകൊണ്ടിരുന്ന ആ യുവാവിനെ നോക്കി പറഞ്ഞു, നീ നമ്മുടെ ദേവദത്തിനെ കല്യാണം കഴിക്കണം. അതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നദ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. അവൾക്ക് തന്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. ഉപ്പ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ദേവദത്തോ? അവൻ അവൻ നമ്മുടെ വീട്ടിലിരു ഉപ്പക്ക് സുഖമില്ലാതായപ്പോൾ മുതൽ നമ്മളെ സഹായിക്കാൻ കൂടെ നിൽക്കുന്ന വെറുമൊരു ജോലിക്കാരൻ. അവനെ ഞാൻ നദയുടെ വാക്കുകൾ മുറിഞ്ഞു. ദേവദത്ത് കഴിഞ്ഞ 5 വർഷമായി ഈ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് അവനാണ്. ഉസ്മാൻ ഹാജിക്ക് മരുന്നും ഭക്ഷണവും നൽകുന്നത് മുതൽ വീട്ടുജോലിക്കാരെ നിയന്ത്രിക്കുന്നത് വരെ ദേവദത്തിന്റെ ചുമതലയാണ്. സ്വർണ്ണ നിറമുള്ള ചർമ്മവും ശാന്തമായ സ്വഭാവമുള്ള അവൻ അധികം സംസാരിക്കാറില്ല. എപ്പോഴും ഒരു നിഴൽ പോലെ ഹാജിക്കൊപ്പം ഉണ്ടാകും. വേലക്കാരൻ എന്ന വാക്ക് നീ ഉപയോഗിക്കരുത് നദ. അവനെ കുടുംബത്തിന് ചെയ്തത് എന്താണെന്ന് നിനക്കറിയില്ല. ഉപ്പയുടെ ശബ്ദമിടറി. പക്ഷെ ഉപ്പ, എനിക്കൊരു നിലയും വിലയുമില്ലേ? എന്റെ കൂട്ടുകാരും ബന്ധുക്കളും എന്ത് പറയും? ഒരു ബിസിനസ് മാഗ്നറ്റിന്റെ മകൾ സ്വന്തം വീട്ടിലെ ഡ്രൈവറെ കല്യാണം കഴിച്ചു എന്ന് കേട്ടാൽ നദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ബന്ധുക്കളല്ല നിന്നെ സംരക്ഷിക്കാൻ വരുന്നത് നദ. ഈ ഉപ്പയുടെ വാക്കിന് നീ വില നൽകുന്നുണ്ടെങ്കിൽ ഇത് നടക്കണം. അടുത്ത മാസം 10-ന് നിന്റെ നിക്കാഹാണ്. ഇതെന്റെ തീരുമാനമാണ്. ഹാജി തന്റെ മുഖം തിരിച്ചു കളഞ്ഞു. തന്റെ മുറിയിലേക്ക് ഓടിക്കയറി നദ പൊട്ടിക്കരഞ്ഞു. ജനലിലൂടെ അവൾ താഴേക്ക് നോക്കി. അവിടെ മുറ്റത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ ദേവദത്ത് തന്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. താൻ തന്റെ ജീവിതം പങ്കിടേണ്ടത് ഇവന്റെ കൂടെയാണോ? എന്തായിരിക്കും ഉപ്പ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണം? അൽ അമീൻ തറവാട്ടിലെ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. ഹാജി ഉസ്മാന്റെ തീരുമാനമറിഞ്ഞ ബന്ധുക്കൾ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. നദയുടെ അമ്മാവൻ റസാഖ് ഹാജിയുടെ മുറിയിലേക്ക് ദേഷ്യത്തോടെ കയറി വന്നു. ഉസ്മാനെ, നിനക്കെന്താ വട്ട് പിടിച്ചോ? നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് നീ ഇങ്ങനെ കളിക്കണോ? ഒരു വേലക്കാരനെ മരുമകനാക്കാൻ മാത്രം എന്ത് ഗതികേടാണ് നിനക്കുള്ളത്? റസാഖ് ചോദിച്ചു. വീൽ ചെയറിലിരുന്ന ഹാജി ശാന്തനായി അവരെ നോക്കി. എന്റെ മകളുടെ ഭാവി ആരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം റസാഖെ. ദേവദത്ത് ഈ വീടിന്റെ ഭാഗമാണ്. അതിലിനി മാറ്റമില്ല. നദ തന്റെ മുറിയിൽ അടച്ചിരുന്ന് കഴിഞ്ഞ 10 ദിവസമായി അവൾ ആരോടും സംസാരിച്ചിട്ടില്ല. ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കുന്നില്ല. ഇടയ്ക്ക് ജാലകത്തിലൂടെ താഴെ മുറ്റത്ത് ജോലി ചെയ്യുന്ന ദേവദത്തിനെ അവൾ നോക്കും. അവന്റെ മുഖത്തൊരു ഭാവമാറ്റവുമില്ല. താൻ തന്റെ മുതലാളിയുടെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നതിന്റെ യാതൊരു അഹങ്കാരമോ ആവേശമോ അവനിലില്ല. പഴയതുപോലെ തന്നെ ചെടികൾക്ക് വെള്ളമൊഴിച്ചും ഉപ്പയുടെ മരുന്നുകൾ കൃത്യസമയത്ത് നൽകിയും അവൻ നടന്നു. ഇവന് നാണമില്ലേ എന്നെ പോലെ ഒരാള് വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് കേട്ടിട്ടും ഒരു തടസ്സവും പറയാതെ നിൽക്കാൻ? നദിയുടെ ഉള്ളിൽ അവനോടുള്ള വെറുപ്പ് വർദ്ധിച്ചു. വിവാഹ ദിവസം അടുത്തു. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ ലളിതമായൊരു ചടങ്ങ് നടത്താനാണ് ഹാജി തീരുമാനിച്ചത്. നദയെ ഒരുക്കുന്നതിനിടയിൽ അവളുടെ തോഴി റിൻസി ചോദിച്ചു, നദ, നീ എന്തിനാണ് ഇതിന് സമ്മതിച്ചത്? നിനക്ക് വേണമെങ്കിൽ എതിർക്കാമായിരുന്നില്ലേ? ഉപ്പയുടെ ആഗ്രഹം നീ കാണുന്നില്ലേ റിൻസി? ഞാൻ മറുത്തൊരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാണ്. പക്ഷെ ഈ വിവാഹം നടന്നാലും അവൻ എനിക്ക് വെറുമൊരു വേലക്കാരൻ മാത്രമായിരിക്കും. ഈ തറവാട്ടിലെ ഒരംഗമായി അവനെ ഞാൻ ഒരിക്കലും കാണില്ല. നദിയുടെ വാക്കുകളിൽ കടുത്ത പകയുണ്ടായിരുന്നു. വിവാഹ ചടങ്ങുകൾ നടന്നു. പള്ളിയിലെ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ദേവദത്തും നദിയും നിയമപരമായി ഒന്നായി. ദേവദത്ത് വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് ലളിതമായി നിന്നു. നദിയുടെ മുഖത്തൊരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല. ഒപ്പിടുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആ രാത്രി തറവാട്ടിലെ വലിയ കിടപ്പുമുറിയിൽ നദ ഒറ്റയ്ക്കിരുന്നു. വാതിൽ തുറന്ന് ദേവദത്ത് അകത്തേക്ക് വന്നു. അവൾ അവനെ പുച്ഛത്തോടെ നോക്കി. ഇങ്ങോട്ട് നോക്ക് ദേവദത്ത്. നദ എഴുന്നേറ്റ് നിന്നു. ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിതിന് സമ്മതിച്ചു. പക്ഷെ
നീ ഈ മുറിയിൽ കിടക്കുമെന്ന് കരുതണ്ട. നീ പഴയതുപോലെ പുറത്തെ മുറിയിൽ തന്നെ കഴിഞ്ഞാൽ മതി. എന്റെ ഭർത്താവെന്ന അധികാരം നീ ഇവിടെ കാണിക്കാൻ നോക്കരുത്. ദേവദത്ത് പതുക്കെ തല ഉയർത്തി അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ പരിഹാസമോ ദേഷ്യമോ ഇല്ലായിരുന്നു. പകരം ഒരുതരം അഗാധമായ സങ്കടം മാത്രം. എനിക്കറിയാവുന്നത് മോളെ, എനിക്ക് നിങ്ങളുടെ ഭർത്താവാകാനുള്ള യോഗ്യതയില്ലെന്ന് ഹാജി സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിതിന് നിന്നു. നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ഞാൻ എന്നും നിങ്ങളുടെ സഹായിയായി തന്നെ ഇവിടെ ഉണ്ടാകും. അത്രയും പറഞ്ഞവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നദ ഞെട്ടിപ്പോയി. താൻ ഇത്രയും അപമാനിച്ചിട്ടും അവൻ അക്ഷോഭ്യനായി നിൽക്കുന്നു. അവന്റെ ആ മൗനം നദയെ കൂടുതൽ അസ്വസ്ഥയാക്കി. പിറ്റേന്ന് രാവിലെ തറവാട്ടിലെ ജോലിക്കാർക്ക് മുന്നിൽ ദേവദത്ത് പഴയതുപോലെ പണികളിൽ ഏർപ്പെട്ടു. പക്ഷെ ഹാജി ഉസ്മാൻ അന്ന് വലിയൊരു പ്രഖ്യാപനം നടത്തി. ഇന്നു മുതൽ ദേവദത്ത് ഈ വീട്ടിലെ വേലക്കാരനല്ല. എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഞാൻ അവന്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഹാജിയുടെ ഈ പ്രഖ്യാപനം കേട്ട് നദയും ബന്ധുക്കളും ഒരുപോലെ സ്തബ്ധരായി. എന്തിനാണുപ്പ ഒരു അപരിചിതന് വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യുന്നത്? സ്വത്തിന്റെ പകുതി ദേവദത്തിന്റെ പേരിലാക്കി എന്ന വാർത്ത അൽ അമീൻ തറവാട്ടിൽ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടാക്കി. ബന്ധുക്കൾ ഹാജി ഉസ്മാനെ വളഞ്ഞു. ഉസ്മാനെ, നിനക്ക് ശരിക്കും ഭ്രാന്തി പിടിച്ചോ? മകൾക്ക് കൊടുക്കേണ്ട സ്വത്ത് നീ വേലക്കാരന് എഴുതി കൊടുക്കുകയോ? അമ്മാവൻ റസാഖ് അലറി. ഹാജി തന്റെ വീൽചെയറിൽ ഇരുന്ന് ശാന്തനായി പറഞ്ഞു. ഇതെന്റെ അധ്വാനമാണ്. അത് ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാം. ദേവന് ഇതിൽ കൂടുതൽ കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നദയ്ക്ക് ഇത് കേട്ട് സഹിക്കാനായില്ല. അവൾ നേരെ ദേവദത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ അപ്പോഴും മുറ്റത്തെ പണികളിലായിരുന്നു. ദേവദത്ത്, അവൾ വിളിച്ചു. അവൻ പതുക്കെ തല ഉയർത്തി അവളെ നോക്കി. നിനക്ക് എത്ര വലിയ ബുദ്ധിയാണ്! ഉപ്പയെ സ്വാധീനിച്ച് നീ തറവാടും സ്വത്തും തട്ടിയെടുക്കാൻ നോക്കുകയാണല്ലേ? ഒരു വേലക്കാരനിൽ നിന്നും ഈ വീടിന്റെ ഉടമസ്ഥനാകാൻ നിനക്ക് നല്ല മോഹമുണ്ട്. ഒന്നോർത്തോ? പക്ഷെ ഒന്നോർത്തോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അത് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നദയുടെ വാക്കുകളിൽ കടുത്ത വിഷമുണ്ടായിരുന്നു. ദേവദത്ത് തന്റെ കയ്യിലെ പണിയായതും താഴെ വെച്ചു. അവൻ നദയുടെ കണ്ണുകളിലേക്ക് നോക്കി. നദമോളെ, എനിക്ക് സ്വത്തോ പണമോ വേണ്ട. ഹാജി സാർ തന്നത് ഞാൻ നിരസിച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു കള്ളനല്ല. പിന്നെ നീ ആരാണ്? എന്തിനാണിപ്പോ നിനക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? നദ ആക്രോശിച്ചു. ദേവദത്ത് ഒന്നും മറുപടി പറയാതെ അവിടെ നിന്നും നടന്നു നീങ്ങി. അന്ന് രാത്രി നദയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ ഉപ്പയുടെ മുറിക്ക് മുന്നിലൂടെ നടക്കുമ്പോൾ അകത്തു നിന്നും ആരോ സംസാരിക്കുന്നത് കേട്ടു. വാതിലിന്റെ വിടവിലൂടെ നോക്കിയ നദ ഞെട്ടിപ്പോയി. ഉപ്പ കട്ടിലിൽ ഇരിക്കുന്നു. ദേവദത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ തടവിക്കൊടുക്കുകയാണ്. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവാ, നീ എനിക്ക് മാപ്പ് തരണം. നിന്റെ ജീവിതം ഞാൻ ഇങ്ങനെയാക്കി തീർത്തല്ലോ, ഉപ്പ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ദേവദത്ത് ഹാജിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. സാറേ, പഴയതൊന്നും ഓർക്കണ്ട. അതൊക്കെ വിധിയാണ്. നിങ്ങൾ എന്നെ ഈ വീട്ടിൽ കയറ്റിയല്ലോ, അത് മതി എനിക്ക്. നദ അമ്പരന്ന് പോയി. പഴയതൊന്ന് ഉപ്പ ഉദ്ദേശിച്ചത് എന്താണ്? ദേവദത്തിന്റെ ജീവിതം ഉപ്പ എങ്ങനെയാണ് നശിപ്പിച്ചത്? അവർക്കിടയിൽ തനിക്കറിയാത്ത എന്തോ വലിയൊരു രഹസ്യമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. പിറ്റേന്ന് രാവിലെ നദ ദേവദത്തിനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിടയ്ക്കിടെ ടൗണിലൊരു പഴയ ആശുപത്രിയിൽ പോകുന്നത് അവൾ ശ്രദ്ധിച്ചു. ആരും അറിയാതെ അവൾ അവനെ പിന്തുടർന്നു. ആശുപത്രിയിലെ ഒരു പ്രത്യേക വാർഡിന് മുന്നിൽ ദേവദത്ത് നിൽക്കുന്നത് അവൾ കണ്ടു. അവിടെ ഒരു വൃദ്ധൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ദേവദത്ത് അയാളുടെ നെറ്റിയിൽ തലോടുകയും എന്തൊക്കെയോ മന്ത്രിക്കുകയും ചെയ്യുന്നു. നദ ദൂരെയുള്ള ഒരു നഴ്സിനോട് ചോദിച്ചു, ആരാണത്? അതൊരു വലിയ കേസിലെ ഇരയാണ് മോളെ. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു അപകടത്തിൽ പെട്ടതാണ്. അന്നു മുതൽ ഈ അവസ്ഥയിലാണ്. ആ പയ്യനാണ് എല്ലാ മാസവും ഇതിന്റെ ചിലവുകൾ നോക്കുന്നത്, നേഴ്സ് പറഞ്ഞു. നദയുടെ ഉള്ളിൽ സംശയങ്ങൾ ഇരട്ടിച്ചു. ആരാണ് ആ വൃദ്ധൻ? ഉപ്പയും ഈ അവസ്ഥയുമായി എന്താണ് ബന്ധം? തന്റെ വീട്ടിലൊരു സാധാരണ ജോലിക്കാരനെന്ന് കരുതിയ ദേവദത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു കഥയുണ്ടാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ആശുപത്രിയിൽ കണ്ട കാഴ്ച നദിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ദേവദത്ത് സംരക്ഷിക്കുന്ന ആ വൃദ്ധൻ ആരാണ്? അയാൾക്കും തന്റെ ഉപ്പക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നദ വീട്ടിലേക്ക് മടങ്ങിയത് ഒരുപാട് ചോദ്യങ്ങളുമായാണ്. അന്ന് വൈകുന്നേരം തറവാട്ടിൽ അന്തരീക്ഷം അസാധാരണമാം വിധം നിശബ്ദമായിരുന്നു. ഉപ്പ പതിവിലും നേരത്തെ ഉറങ്ങാൻ കിടന്നു. ദേവദത്ത് ഉപ്പയുടെ മുറിക്ക് പുറത്ത് വരാന്തയിൽ ആലോചനയോടെ ഇരിക്കുന്നത് നദ കണ്ടു. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. ദേവദത്ത്, നീ ഇന്ന് എവിടെയായിരുന്നു? അവൾ നേരിട്ട് ചോദിച്ചു. ദേവദത്ത് ഒന്ന് ഞെട്ടി. പക്ഷെ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. ഞാൻ ടൗണിലൊന്ന് പോയതാണ് നദമോളെ, ചില സാധനങ്ങൾ വാങ്ങാൻ. കള്ളം പറയരുത്. നീ ആ പഴയ ആശുപത്രിയിൽ പോയത് ഞാൻ കണ്ടു. അവിടെ കിടക്കുന്ന ആ വൃദ്ധൻ ആരാണ്? നിനക്ക് അവരുമായി എന്താണ് ബന്ധം? നദയുടെ സ്വരം കടുത്തു. ദേവദത്തിന്റെ മുഖത്തെ വിളർച്ച പടർന്നു. അവൻ മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. സമയം വരുമ്പോൾ ഹാജി സാർ തന്നെ എല്ലാം പറയും. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. നദയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല.
രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ ഉപ്പയുടെ മുറിയിലേക്ക് പതുക്കെ നടന്നു. ഉപ്പയുടെ പഴയ അലമാരയിൽ ചില രഹസ്യരേഖകൾ ഉണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. വീൽ ചെയറിൽ കിടക്കുന്ന ഉപ്പ ആഴത്തിലുള്ള ഉറക്കത്തിലായിരുന്നു. അവൾ അലമാര തുറന്നു പഴയ ഫയലുകൾക്കിടയിൽ നിന്നും ഒരു കറുത്ത ഡയറിയും കുറച്ചു പഴയ പത്ര കട്ടിങ്ങുകളും അവൾക്ക് ലഭിച്ചു. പത്രത്തിലെ വാർത്ത കണ്ട നദിയുടെ ശ്വാസം നിലച്ചുപോയി. 15 വർഷം മുമ്പ് നടന്ന വാഹനാപകടം. പ്രമുഖ ബിസിനസ്സുകാരൻ രക്ഷപ്പെട്ടു. ഡ്രൈവർ ജയിലിലേക്ക്. ആ വാർത്തയിലെ ഫോട്ടോയിൽ തന്റെ ഉപ്പയുടെ ചെറുപ്പകാലമായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഡ്രൈവർ അത് ദേവദത്തിനെ പോലെ ഇരിക്കുന്ന ഒരാളായിരുന്നു. നദ ഡയറി വേഗത്തിൽ മറിച്ചു. അതിൽ ഉപ്പയുടെ കൈപ്പടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം ആ രാത്രിയിലായിരുന്നു. മദ്യലഹരിയിൽ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. പക്ഷെ ആ പാവം വിശ്വസ്തൻ എന്റെ കുറ്റം ഏറ്റെടുത്തു. അവന്റെ മകനെ അനാഥനാക്കി. ഞാൻ എന്റെ അന്തസ്സ് കാത്തു. ഇന്നാ മകൻ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കവനെ നോക്കാൻ ഭയമാണ്. നദിയുടെ കൈകൾ വിറച്ചു. ഡയറി നിലത്ത് വീണു. ദേവദത്ത് ഹാജിയുടെ വേലക്കാരനല്ല, മറിച്ച് തന്റെ അച്ഛൻ തകർത്ത ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രമാണ്. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. വാതിൽക്കൽ ദേവദത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ താഴെ വീണ ഡയറി എടുത്തു. നിങ്ങളിത് കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നദമോളെ. ദേവദത്തിന്റെ ശബ്ദമിടറി. അപ്പോൾ അന്ന് ജയിലിൽ പോയത് നിന്റെ അച്ഛനായിരുന്നു. ആ ആശുപത്രിയിൽ കിടക്കുന്നത്. നദയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെ, എന്റെ അച്ഛനാണ്. ജയിലിലെ പീഡനങ്ങളും മാനസിക വിഷമവും കാരണം അദ്ദേഹത്തിന്റെ ബോധം പോയി. ഉസ്മാൻ സാർ എന്നെ കണ്ടെത്തി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പ്രായശ്ചിത്തം ചെയ്യാനാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല. അച്ഛൻ ചെയ്തത് സ്നേഹം കൊണ്ടാണ്. നദയ്ക്ക് വിശ്വസിക്കാനായില്ല. തന്റെ ഉപ്പ ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടുണ്ടെന്ന സത്യം അവളെ തകർത്തു കളഞ്ഞു. എന്നാൽ അതിനേക്കാൾ അവളെ അത്ഭുതപ്പെടുത്തിയത് ദേവദത്തിന്റെ ക്ഷമയായിരുന്നു. പക്ഷെ ആ നിമിഷം അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ബെഡിൽ കിടന്നിരുന്ന ഹാജി ഉസ്മാൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് കൂടുകയാണ്. ഹാജി ഉസ്മാന്റെ കിതപ്പ് മുറിയിലാകെ മുഴങ്ങിക്കേട്ടു. പരിഭ്രമിച്ചു പോയ നദ ഉപ്പയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഉപ്പ, എന്താ പറ്റിയത്? ദേവദത്ത് വേഗം ഡോക്ടറെ വിളിക്ക്, അവൾ നിലവിളിച്ചു. ദേവദത്തൊട്ടും പരിഭ്രമിക്കാതെ ഹാജിയുടെ അരികിലെത്തി. പരിചയസമ്പന്നനായ ഒരു നേഴ്സിനെ പോലെ അവൻ ഹാജിയുടെ നെഞ്ചിൽ പതുക്കെ തടവി. കട്ടിലിനരികിലിരുന്ന ഇൻഹേലർ എടുത്തു നൽകി. മിനിറ്റുകൾക്കുള്ളിൽ ഉസ്മാൻ ഹാജിയുടെ ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലായി. അദ്ദേഹം പതുക്കെ കണ്ണു തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന നദിയെയും അവളുടെ കയ്യിലിരുന്ന ആ പഴയ ഡയറിയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം പിളറി. നീ എല്ലാം അറിഞ്ഞോ മോളെ? ഹാജിയുടെ ശബ്ദം വിറച്ചു. നദ മറുപടി പറയാതെ വിതുമ്പിക്കൊണ്ട് നിന്നു. തന്റെ ഉപ്പ ഇത്രയും വലിയൊരു പാപം മറച്ചുവെച്ചുവെന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. എന്തിനാ ഉപ്പ ഇത്രയും കാലം എന്നോട് ഇത് മറച്ചുവെച്ചത്? ദേവദത്തിന്റെ അച്ഛനെ ജയിലിലയച്ച് നമ്മൾ ഈ സുഖസൗകര്യങ്ങളിൽ കഴിഞ്ഞപ്പോൾ ആ പാവം മനുഷ്യൻ. നദിയുടെ വാക്കുകൾ തേങ്ങലിൽ മുങ്ങി. ഹാജി ഉസ്മാൻ ദേവദത്തിന്റെ കൈകൾ പിടിച്ചു. എനിക്കന്ന് പേടിയായിരുന്നു ദേവ. എന്റെ ബിസിനസ്സും അന്തസ്സും പോകുമെന്ന് ഞാൻ ഭയന്നു. നിന്റെ അച്ഛൻ രാഘവൻ അത് മനസ്സിലാക്കി സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് ക്രൂരമായ മർദ്ദനമേറ്റു. പുറത്തിറങ്ങിയപ്പോൾ ആ പഴയ മനുഷ്യനായിരുന്നില്ല അദ്ദേഹം. ദേവദത്ത് ശാന്തനായി ഹാജിയെ നോക്കി. സാറേ, പഴയതോർത്ത് വിഷമിക്കേണ്ട. അച്ഛൻ സന്തോഷത്തോടെയാണ് അന്നത് ചെയ്തത്. നിങ്ങളോടുള്ള കടപ്പാടായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ നദിക്ക് സമാധാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നെ കൊണ്ട് ദേവദത്തിനെ കല്യാണം കഴിപ്പിച്ചത് ഈ കുറ്റബോധം തീർക്കാനാണോ? ഒരു ഉപകാരം പോലെയാണോ ഉപ്പ ഈ ബന്ധം കണ്ടത്? അവൾ രോഷത്തോട് ചോദിച്ചു. ഹാജി തലയാട്ടി. അല്ല മോളെ, അതൊരു ഉപകാരമല്ല. എന്റെ മരണശേഷം നിന്റെ ബന്ധുക്കൾ ഈ സ്വത്തിനു വേണ്ടി നിന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ദേവദത്തിന് സത്യമറിയാം. അവൻ നിന്നെയും ഈ തറവാടിനെയും പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹം നടത്തിയത്. പെട്ടെന്ന് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഈ അർദ്ധരാത്രിയിൽ ആരാണെന്ന് നോക്കാൻ ദേവദത്ത് ജനലിലൂടെ നോക്കി. അമ്മാവൻ റസാക്കും വേറെ 2 പേരും വണ്ടിയിൽ നിന്നിറങ്ങുന്നു. അവരുടെ കയ്യിൽ ചില ഫയലുകൾ ഉണ്ടായിരുന്നു. അവർ വരുന്നുണ്ട്. തറവാട് തട്ടിയെടുക്കാൻ അവർ പ്ലാൻ ചെയ്യുന്നു. ദേവദത്ത് പതുക്കെ പറഞ്ഞു. നദ ഞെട്ടിപ്പോയി. സ്വന്തം ഉപ്പയുടെ ജീവൻ പോകാറായി നിൽക്കുമ്പോഴും ബന്ധുക്കൾ സ്വത്തിനു വേണ്ടി ഓടിയെത്തുന്നു. ഈ വലിയ വീട്ടിൽ താൻ എത്രത്തോളം ഒറ്റപ്പെട്ടവളാണെന്ന് അവൾ ആ നിമിഷം തിരിച്ചറിഞ്ഞു. അവൾ ദേവദത്തിനെ നോക്കി. അവന്റെ മുഖത്ത് ആ പഴയ വേലക്കാരന്റെ ഭാവമായിരുന്നില്ല, മറിച്ച് ഈ വീടിനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു പോരാളിയുടെ ഉറപ്പായിരുന്നു. റസാക്ക് വാതിലിൽ ശക്തിയായി മുട്ടി. ഉസ്മാനെ, വാതിൽ തുറക്ക്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നദ ഭയത്തോടെ ഉപ്പയെ നോക്കി. പക്ഷെ ദേവദത്ത് അവളുടെ തോളിൽ കൈവച്ചു. പേടിക്കേണ്ട നദ, ഞാൻ കൂടെയുണ്ട്. ആദ്യമായി ദേവദത്ത് തന്റെ പേര് വിളിച്ചപ്പോൾ നദയുടെ ഉള്ളിൽ ഒരു ചെറിയ ആശ്വാസം തോന്നി. വാതിലിലെ മുട്ട് കഠിനമായപ്പോൾ ദേവദത്ത് പതിയെ ചെന്ന് വാതിൽ തുറന്നു. അമ്മാവൻ റസാക്കും ഒരു വക്കീലും കൂടെ 2 ഗുണ്ടകളെ പോലെയുള്ള ആളുകളുമാണ് പുറത്തുണ്ടായിരുന്നത്.
അവരുടെ മുഖത്ത് വന്യമായൊരു ഭാവമായിരുന്നു. എന്താ ഈ അർദ്ധരാത്രിയിൽ? ദേവദത്ത് ശാന്തനായി ചോദിച്ചു. നീ ആരാടാ ചോദിക്കാൻ? മാറി നിൽക്ക്. റസാഖ് അവനെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. ഹാജി ഉസ്മാന്റെ അരികിലെത്തി റസാഖ് ഒരു ഫയൽ മേശപ്പുറത്തടിച്ചു. ഉസ്മാനെ, നീ വേലക്കാരന് സ്വത്ത് എഴുതി കൊടുത്തത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് കുടുംബ സ്വത്താണ്. മര്യാദയ്ക്ക് ഈ പേപ്പറിൽ ഒപ്പിട്, അല്ലെങ്കിൽ നിന്റെ മകളുടെ ഭാവി ഞങ്ങൾ ഇല്ലാതാക്കും. നദ ഭയന്ന് ഉപ്പയുടെ അരികിൽ ചേർന്നു നിന്നു. അമ്മാവാ, ഉപ്പക്ക് സുഖമില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നീ മിണ്ടരുത്. നിന്നെ ഒരു വേലക്കാരനെ കെട്ടിച്ചു തന്നപ്പോൾ തന്നെ നിന്റെ അവകാശം പോയി, റസാഖ് ആക്രോശിച്ചു. പെട്ടെന്ന് ദേവദത്ത് ഇടയിൽ കയറി നിന്നു. അവന്റെ ഭാവം ആകെ മാറി. റസാഖ് സാറേ, ഹാജി സാറ് തന്ന സ്വത്ത് ഞാൻ എന്റെ പേരിൽ വെച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ നദ്ദയുടെ പേരിലേക്ക് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിന്റെ രേഖകൾ എന്റെ കൈവശമുണ്ട്. റസാഖ് ഞെട്ടിപ്പോയി. എന്ത്? നീ എന്തിനാ അത് ചെയ്തത്? കാരണം എനിക്ക് പണമല്ല വേണ്ടത്. ഹാജി സാർ എന്നെ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചത്. അത് സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ദേവദത്ത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. റസാഖ് കൂടെയുള്ളവരോട് ആജ്ഞാപിച്ചു. അവനെ പിടിക്ക്. ആ രേഖകൾ എവിടെയാണെന്ന് പറയിപ്പിക്കണം. ഗുണ്ടകൾ ദേവദത്തിന് നേരെ എടുത്തു. എന്നാൽ ദേവദത്ത് ഒട്ടും കുലുങ്ങിയില്ല. വർഷങ്ങളായി തറവാട്ടിലെ കഠിനമായ ജോലികൾ ചെയ്ത് കരുത്തുറ്റതായിരുന്നു അവന്റെ ശരീരം. ആദ്യത്തെയാളുടെ കൈപിടിച്ച് തിരിച്ച് അവനെ നിലത്തിട്ടു. രണ്ടാമൻ വരുന്നത് കണ്ടനത് നിലവിളിച്ചു. നിർത്തൂ. ഹാജി ഉസ്മാൻ കട്ടിലിൽ നിന്നും ആഞ്ഞു വിളിച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ദേവദത്ത് അവരെ തള്ളിമാറ്റി ഉപ്പയുടെ അടുത്തേക്ക് ഓടി. സാറേ, അവൻ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. റസാഖ് തക്കം നോക്കി ഹാജിയുടെ മേശപ്പുറത്തെ രേഖകൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ നദ അത് തടഞ്ഞു. ഇറങ്ങിപ്പോകൂ എന്റെ വീട്ടിൽ നിന്ന്, അവൾ ആദ്യമായി ഉച്ചത്തിൽ പ്രതികരിച്ചു. റസാഖ് പുറത്തേക്ക് പോകുമ്പോൾ ഭീഷണി മുഴക്കി. ഇതുകൊണ്ട് അവസാനിക്കില്ല. നിന്റെ ഉപ്പ ചെയ്ത പഴയ ചതി ഞാൻ പുറം ലോകത്തോട് പറയും. അപ്പോൾ കാണാം നിന്റെ ഈ മാന്യത. അവർ പോയി കഴിഞ്ഞപ്പോൾ മുറിയിൽ വലിയൊരു നിശബ്ദത പടർന്നു. നദ ദേവദത്തിനെ നോക്കി. തന്നെയും തന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ അവൻ കാണിച്ച ധൈര്യം അവളിൽ പുതിയൊരു ബഹുമാനമുണ്ടാക്കി. ദേവദത്ത്, എന്തിനാണ് ആ സ്വത്ത് എന്റെ പേരിലേക്ക് മാറ്റിയത്? അത് നിനക്കുള്ളതല്ലേ? നദ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. ദേവദത്ത് അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം കിട്ടിയല്ലോ, അത് മതി. പണം എനിക്ക് എന്തിനാണ്? നദിയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ ഉപ്പ ചതിച്ച ഒരു മനുഷ്യന്റെ മകൻ ഇത്രയും വലിയ ത്യാഗം ചെയ്യുന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല. പക്ഷെ റസാഖ് പറഞ്ഞ ആ ഭീഷണി ഉപ്പയുടെ പഴയ രഹസ്യം പുറത്താകുമോ എന്ന ഭയം അവളെ പിടികൂടി. അമ്മാവൻ റസാഖ് പോയതോടെ തറവാട്ടിൽ ഭീതിയുടെ നിഴൽ പടർന്നു. ഹാജി ഉസ്മാന്റെ പഴയ വാഹന അപകട കേസ് റസാഖ് പുറത്തുവിട്ടാൽ ഉപ്പയുടെ അന്തസ് മണ്ണടിയും. അതുമാത്രമല്ല, ദേവദത്തിന്റെ അച്ഛൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ലോകമറിഞ്ഞാൽ അത് കുടുംബത്തിന് വലിയൊരു കളങ്കമാകും. ദേവദത്ത് അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹം അത് പത്രക്കാർക്ക് നൽകും. ഉപ്പയെ അവർ ജയിലിലടക്കുമോ? നദ ഭയത്തോടെ ചോദിച്ചു. ദേവദത്ത് അവളുടെ അരികിൽ വന്നിരുന്നു. പേടിക്കേണ്ട നദ, സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഹാജി സാറിനെ ഞാനൊന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു രോഗിയാണ്. നിയമത്തിന് മുന്നിൽ അദ്ദേഹത്തിന് ഇളവ് ലഭിക്കും. പെട്ടെന്ന് തറവാടിന്റെ ഉമ്മറത്ത് വലിയൊരു ബഹളം കേട്ട് പോലീസ് വണ്ടിയുടെ സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. നദിയും ദേവദത്തും പുറത്തേക്ക് ഓടി. റസാഖ് അമ്മാവൻ പോലീസിനെയും കൂട്ടി എത്തിയിരിക്കുകയാണ്. കൂടെ ഏതാനും പത്രക്കാരും ഉണ്ടായിരുന്നു. ഇതാണ് ആ പ്രതി. 15 വർഷം മുമ്പ് നടന്ന കൊലപാതക കേസിലെ യഥാർത്ഥ കുറ്റവാളി ഇവിടെയുണ്ട്. റസാഖ് ഹാജി ഉസ്മാന്റെ മുറിക്ക് നേരെ വിരൽ ചൂണ്ടി വിളിച്ചു പറഞ്ഞു. പോലീസ് ഇൻസ്പെക്ടർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ ദേവദത്ത് വാതിൽക്കൽ തടഞ്ഞു നിന്നു. സാറേ, ഹാജി സാറിന് സംസാരിക്കാൻ പോലും വയ്യ. അദ്ദേഹം വീൽചെയറിലാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിയമം അതിന്റെ വഴിക്ക് പോകും. മാറി നിൽക്ക്. ഇൻസ്പെക്ടർ ദേവദത്തിനെ തള്ളി മാറ്റി. നദ കരഞ്ഞുകൊണ്ട് പോലീസിന്റെ കാല് പിടിച്ചു. സാറേ, എന്റെ ഉപ്പ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ദേവദത്തിന്റെ അച്ഛൻ അന്ന് ശിക്ഷ ഏറ്റെടുത്തത് സ്നേഹം കൊണ്ടാണ്. അവിടെ ഉണ്ടായിരുന്ന പത്രക്കാർ ക്യാമറകൾ മിന്നിച്ചു. റസാഖ് അമ്മാവൻ വിജയിച്ചിരി ചിരിച്ചു. തറവാട് തട്ടിയെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായ വീൽചെയറിൽ ഹാജി ഉസ്മാൻ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പഴയ ഫയലും ഒരു റെക്കോർഡറും ഉണ്ടായിരുന്നു. നിർത്തൂ, ഹാജി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. ഹാജി റെക്കോർഡർ ഓൺ ചെയ്തു. അതിൽ റസാഖിന്റെ ശബ്ദമായിരുന്നു. ഉസ്മാനെ, ഈ തറവാടിന്റെ പേരിലേക്ക് മാറ്റി തന്നാൽ നിന്റെ പഴയ കേസ് ഞാൻ മൂടിവെക്കാം. അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലയക്കും. റസാഖിന്റെ മുഖം വിളറി. അതൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു. ഹാജി പോലീസിനെ നോക്കി പറഞ്ഞു. ഇൻസ്പെക്ടർ, ഞാൻ ചെയ്ത പാപത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഭീഷണിപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദേവദത്തിന്റെ അച്ഛന്റെ ജീവിതം തകർത്തതിൽ എനിക്ക് വലിയ പങ്കുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തമായി ഞാൻ ദേവദത്തിന് നൽകിയ സ്വത്ത് റസാഖ് മോഹിക്കുന്നു. പോലീസ് റസാഖിനെ നോക്കി. ബ്ലാക്ക് മെയിലിംഗ് കുറ്റത്തിന് റസാഖിനെ പിടികൂടാൻ ഇൻസ്പെക്ടർ ഉത്തരവിട്ടു. റസാഖിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. ഹാജി ഉസ്മാൻ ദേവദത്തിനെ അരികിലേക്ക് വിളിച്ചു. മകനെ, ഇനി നിനക്കെന്നെ വെറുക്കാം. പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞതോടെ എന്റെ മനസ്സിനൊരു ഭാരമൊഴിഞ്ഞു. നിയമം എന്നെ ശിക്ഷിക്കട്ടെ.
നദ ദേവദത്തിനെ നോക്കി. അവന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് വലിയൊരു സങ്കടമായിരുന്നു. തന്റെ അച്ഛന്റെ ജീവിതം തകർത്തവരോട് അവൻ എങ്ങനെ പ്രതികരിക്കും? റസാക്കിനെ പോലീസ് കൊണ്ടുപോയതോടെ അമീൻ തറവാട് മരണതുല്യമായ നിശബ്ദതയിലായി. പത്രക്കാർ പിരിഞ്ഞുപോയി. മുറ്റത്ത് ഹാജി ഉസ്മാനും നദയും ദേവദത്തും മാത്രമായി. തന്റെ പാപങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു പറഞ്ഞ ഹാജി ഉസ്മാൻ അവശനായി വീൽചെയറിൽ തല ചായ്ച്ചു. ദേവ, പോലീസിനോട് ഞാൻ എല്ലാം സമ്മതിച്ചു. നിന്റെ അച്ഛന്റെ ജീവിതം തകർത്തതിന് നിയമം നൽകുന്ന എന്തു ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. നദയ നിന്നെ ഏൽപ്പിച്ചത് അവൾ സുരക്ഷിതയായിരിക്കാനാണ്. പക്ഷെ നിനക്കെന്നെ വെറുക്കാം. ഈ നിമിഷം നിനക്ക് ഈ വീടും വിട്ടു പോകാം, ഹാജി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. നദ ദേവദത്തിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ വലിയൊരു യുദ്ധം നടക്കുന്നത് അവൾ കണ്ടു. തന്റെ അച്ഛന്റെ യൗവനം ജയിലറയ്ക്കുള്ളിൽ ഹോമിച്ച മനുഷ്യൻ തന്റെ മുന്നിൽ തളർന്നു കിടക്കുന്നു. പ്രതികാരം ചെയ്യണോ അതോ ക്ഷമിക്കണോ? ദേവദത്ത് പതുക്കെ നടന്ന് ഹാജി ഉസ്മാന്റെ അരികിലെത്തി. അവൻ ഹാജിയുടെ വിറക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. സാറേ, എന്റെ അച്ഛൻ അന്ന് ആ ശിക്ഷ ഏറ്റെടുത്തത് ഭയം കൊണ്ടല്ല, മറിച്ച് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ജയിലിൽ പോയാൽ ഈ തറവാട് അനാഥമാകുമെന്ന് അദ്ദേഹം കരുതി. ഇന്ന് നിങ്ങളെ ജയിലിലേക്ക് അയച്ചാൽ എന്റെ അച്ഛൻ ചെയ്ത ആ വലിയ ത്യാഗം വെറുതെയാകും. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. ദേവദത്തിന്റെ ശബ്ദം ശാന്തമായിരുന്നു. നദയ്ക്ക് തന്റെ കണ്ണുനീർ അടയ്ക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് ദേവദത്തിന്റെ കൈകളിൽ പിടിച്ചു. ദേവദത്ത്, ഇത്രയും കാലം ഞാൻ നിന്നെ വെറുതു, ഒരു വേലക്കാരനായി മാത്രം കണ്ടു. പക്ഷെ ഈ വലിയ മനസ്സിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. എന്നോട് ക്ഷമിക്കണം. ഹാജി ഉസ്മാൻ മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. എന്റെ പ്രായച്ചിത്തം അവൻ അവസാനിച്ചിട്ടില്ല ദേവ. നിന്റെ അച്ഛനെ ആ ആശുപത്രിയിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ശിഷ്ടകാലം അദ്ദേഹം ഈ തറവാട്ടിൽ നമ്മളോടൊപ്പം കഴിയട്ടെ. അതാണ് എന്റെ ഏക ആഗ്രഹം. മാസങ്ങൾ കടന്നുപോയി. അൽ അമീൻ തറവാട്ടിൽ പഴയ സന്തോഷം തിരിച്ചു വന്നു. ദേവദത്തിന്റെ അച്ഛൻ രാഘവൻ ഇപ്പോൾ തറവാട്ടിലെ വലിയ മുറിയിൽ ഹാജി ഉസ്മാന്റെ അരികിലുണ്ട്. ഓർമ്മകൾ പൂർണ്ണമായി തിരിച്ചു കിട്ടിയില്ലെങ്കിലും തന്റെ മകൻ സന്തോഷവാനാണെന്ന് കാണുമ്പോൾ ആ വൃദ്ധന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരും. നദയും ദേവദത്തും തമ്മിലുള്ള ബന്ധം വെറുമൊരു ഉടമ്പടിയായിരുന്നില്ല. അത് പരസ്പര ബഹുമാനത്തിന്റെയും അഗാധമായ സ്നേഹത്തിന്റെയും പുതിയൊരു തലത്തിലേക്ക് വളർന്നു. തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ദേവദത്ത് ഇപ്പോൾ അവിടുത്തെ നെടുന്തൂണാണ്. തന്റെ മകൾ ഒരു വേലക്കാരനെയല്ല, മറിച്ച് സ്വർണത്തേക്കാൾ തിളക്കമുള്ള മനസ്സുള്ള ഒരു മനുഷ്യനെയാണ് വിവാഹം കഴിച്ചതെന്ന് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ പറയാൻ ഹാജി ഉസ്മാന് ഇന്ന് കഴിയുന്നു. ഇരുളടഞ്ഞ രഹസ്യങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോൾ ആ തറവാട്ടിൽ വിരിഞ്ഞത് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും പുതിയൊരു വസന്തമായിരുന്നു.